നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ നിന്നാണ്. പ്രാർത്ഥനയോടെ, വളരെയേറെ ആഗ്രഹത്തോടെ, ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ തുറന്ന് വചനം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ 2 വരി പാടാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുക ആത്മാവിൻ പുതുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ പുതുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വാഴ്ത്തപ്പെട്ടവനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കുന്ന അരുളിച്ചെയ്ത യേശുനാഥ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ ശുശ്രൂഷയെ നയിക്കുവാൻ തക്കവണ്ണം കൃപയായിരിക്കണമേ. ഞങ്ങളിൽ എല്ലാവരിലും നിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകരുവാനും ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അത് ഫലമണിയിക്കുവാനും തക്കവണ്ണം കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വേദപുസ്തക ഭാഗം റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളാണ്. ആരംഭ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കും. ധ്യാനിക്കുന്ന വചനം 1-ാമത്തെ വാക്യമാണ്: യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്നുള്ള ആ ഒരു വിഷയമാണെന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക? ഒന്നാമതായി നമ്മൾ വിശുദ്ധ മാമോദീസായിലൂടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടത്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടത് നമ്മൾ മാമോദീസായിലൂടെയാണ്. അപ്പോൾ ഐക്യപ്പെടുക എന്ന വാക്കിന് ഒന്നായിത്തീരുക എന്ന അർത്ഥമുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ ഐക്യപ്പെടുക അല്ലെങ്കിൽ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു പദത്തെ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ നമ്മൾ ഒന്നായിരിക്കുക എന്ന ആ വിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒന്നായിരിക്കുക. അതിന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് അതിന് ബലം നൽകുന്നത്. അപ്പോൾ ശിക്ഷാവിധിയില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഐക്യം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം പറയുന്നു: ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇപ്പോൾ ശിക്ഷാവിധി ഇല്ലെങ്കിൽ രക്ഷയുടെ വിധിയാണല്ലോ. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നു: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തിക്കൊള്ളുക. അതാണ് ന്യായവിധി വാചകം. ഇടത്ത് ഭാഗത്തുള്ളവരോട് പറയുന്നു: അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ അറിയുന്നില്ല, സാത്താനും എൻ്റെ ദൂതന്മാർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന
നിത്യനരകത്തിലേക്ക് പോയിക്കൊള്ളുക. അതാണ് ശിക്ഷാവിധി. അപ്പോൾ ഈ ശിക്ഷാവിധി ഇല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നരകത്തിലേക്ക് പോയിക്കൊള്ളാനുള്ള ശിക്ഷയില്ല, മറിച്ച് സ്വർഗത്തിലേക്ക് വരാനുള്ള ആഹ്വാനമാണ്, രക്ഷയാണ്. അപ്പോൾ ആ രക്ഷ നമുക്ക് നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണം മൂലമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വച്ചു. നിയമം ജഡപ്രകാരമുള്ള പാപം കൊണ്ട് നിയമത്തെ ഇല്ലായ്മ ചെയ്തപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡചിന്ത അല്ലെങ്കിൽ ജഡത്തെ നിഹനിക്കുന്നത് വഴി, ജഡത്തെ കൊല്ലാനേൽപ്പിച്ചത് വഴി, അങ്ങനെയാണല്ലോ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, അവനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ സ്വയം ഏൽപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പോൾ മനുഷ്യന് അസാധ്യമായത് ദൈവം ചെയ്തു എന്നാണ്. മനുഷ്യന് ഒരിക്കലും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി, അതാണ് യേശുക്രിസ്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കുക, ഒന്നായിത്തീരുന്നവർക്ക് ശിക്ഷാവിധിയിൽ. അപ്പോൾ രക്ഷയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ ഒന്നാമത്തെ ചിന്ത ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് എന്ത്? നിത്യജീവൻ. അപ്പോൾ ഒന്നായിത്തീരുമ്പോൾ യേശുവിനോട് തൻ്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? അന്ന് പുതുതായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുവരെ അവർ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് പാർക്കുന്നത്? ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു? അപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാണുക. വാക്കുകൊണ്ട് പറയുകയല്ല, വന്ന് കാണുക. അവർ വന്ന് കണ്ടു. പിന്നെ അവർ യേശുവിൻ്റെ കൂടെ ഒന്നായി തീർന്നു. യേശുവിൻ്റെ ദൈവരാജ്യ സ്വപ്നങ്ങൾക്കൊക്കെ അവർ കൂട്ടുനിന്നു. ദൈവരാജ്യം അവരിലൂടെ സംജാതമായി. ഹല്ലേലൂയ. അപ്പോൾ ഒന്നായിത്തീരുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ ഐഡിയകളോട്, യേശുക്രിസ്തുവിൻ്റെ ആശയത്തോട് താതാത്മ്യം പ്രാപിക്കും. ഒരൈക്യം, ഒരു ലയനമല്ല. ഈ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഐക്യം, അല്ലെങ്കിൽ നമ്മൾ സഭകൾ തമ്മിൽ പണ്ട് ഐക്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പിന്നെയും അകന്നുപോയി. അപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ഒരു നാൾ ഐക്യപ്പെടുക, പിന്നെ ആശയതലത്തിൽ പ്രശ്നമായി മാറിപ്പോവുക, ഇതല്ല. അത് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവനോട് ഒന്നായിത്തീരുക എന്ന് പറഞ്ഞാൽ അവനോട് അവൻ്റെ മരണത്തിൽ പങ്കാളികളെന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിച്ച് ആത്മാവിൽ ഒന്നായിത്തീരുന്ന അനുഭവം. അപ്പോൾ ഒന്നാമത്തെ അനുഭവം ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് നിത്യജീവനാണ്. അപ്പോൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ യേശുക്രിസ്തുവിനെ പഠിക്കണം. നമ്മൾ പരിശോധിക്കണം, നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവിനെയാണോ പഠിപ്പിക്കുന്നത്, അതെയോ മറ്റ് പാരമ്പര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണോ കൂടുതൽ പഠിപ്പിക്കുന്നത്? അത് പരിശോധിക്കണം. യേശുക്രിസ്തുവിനെ പഠിപ്പിക്കണം, യേശുക്രിസ്തുവിനെ അറിയണം. അപ്പോഴാണ് ഒന്നായിത്തീരുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ പറയുന്നു, 6-ാമത്തെ വാക്യം പറയുന്നത്, ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അങ്ങയുടെ വചനം അവർ പാലിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം ലോകത്തിലുള്ള ചിലരെ വിളിച്ചിട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പറഞ്ഞു. അതുകൊണ്ടാണ് യേശു അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നീ എനിക്ക് നൽകി, ഈ ജനം മുമ്പ് നിൻ്റേതായിരുന്നു, ഇപ്പോൾ നീ എനിക്ക് അധികാരത്തോടു കൂടി നൽകി. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ അവർ ദൈവത്തെയും അറിയുന്നു, ദൈവമയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നു. ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഐക്യപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം യേശുക്രിസ്തുവിനെ അറിയുക, അറിഞ്ഞ് വിശ്വസിക്കുക. അറിഞ്ഞ് വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ച
ഏതാണ്ട് ഈ ശമരിയക്കാരി സ്ത്രീയെ പോലെ വരും. ശമരിയക്കാരി സ്ത്രീ അങ്ങനെ ഓരോ പടി അറിഞ്ഞ് അവൾ പറഞ്ഞു, സത്യമായും അങ്ങ് വരാനിരിക്കുന്ന മെസ്സിഹയാണ്. അപ്പോൾ അവൾ തന്ന് പട്ടണവാസികളോട് പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞ ജ്ഞാനത്തോടുകൂടി, ഒരു ത്രികാല ദൃഷ്ടി, ജ്ഞാനദൃഷ്ടിയോടുകൂടി എൻ്റെ മുൻകാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹമായിരിക്കും വരാനിരിക്കുന്ന മശിഹ. അപ്പോൾ അവളുടെ വാക്ക് കേട്ടപ്പോൾ ആ പട്ടണവാസികളെല്ലാം അവിടെ വന്നു ചേർന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. ഒന്നായിത്തീർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബലം എന്താണെന്ന് ചോദിച്ചാൽ, യേശു പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. ഇതൊരു തിരിച്ചറിവാണ്. ലോകത്തുള്ള മുഴുവനും ആളുകളും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ ചെന്നു എന്നുള്ളത് സത്യമാണെങ്കിലും യേശുക്രിസ്തു അവരെ അറിയുന്നില്ല. കാരണം യേശുക്രിസ്തുവിനെ ദൈവം അയച്ചുവെന്നും യേശുക്രിസ്തുവിനെ എന്താ പറയുന്നത്, തൻ്റെ രക്ഷകനും നാഥനുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, ഒന്നായിത്തീരാൻ ആഗ്രഹിക്കുന്നവരെ യേശു അറിയുന്നുള്ളൂ, അല്ലാത്തവരെ യേശു അറിയുന്നില്ല. കാരണം ആ വചനം എങ്ങനെയാണ്? ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും യേശുക്രിസ്തുവിനോട് ഒന്നായിത്തീരുന്നവരെ മാത്രമേ തീർച്ചയായിട്ടും യേശുക്രിസ്തു കരുതുന്നുള്ളൂ, കാക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 16-ാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 17:16, ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. യേശുക്രിസ്തു ലോകത്തിൻ്റെ അല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെയാണ്. അതുപോലെ ലോകത്തിൻ്റെ അല്ലാത്ത യേശുക്രിസ്തു ദൈവിക കാര്യങ്ങൾ പറഞ്ഞ് യേശുക്രിസ്തുവിനോട് ചേരാൻ ആഗ്രഹിച്ച ഈ ശിഷ്യന്മാർ, അവർ ലോകത്തിൻ്റെ അല്ല. ലോകം അവരെ ഉപേക്ഷിച്ചു. കാരണം ലോകം അവരെ അറിയുന്നില്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ അവർ ലോകത്തിൻ്റെ അല്ല, ലോകത്തിൽ നിന്ന് അവർ വേർപിടിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ലോകത്തിൻ്റെയാണ്. നമ്മൾ ലോകത്തിൻ്റെ ആണെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നു, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതിനാൽ നമുക്ക് തിരിച്ചറിയാം നമ്മൾ ആരുടെ ആളാണ്. ലോകത്തിൻ്റെ ആളാണോ ദൈവത്തിൻ്റെ ആളാണോ? എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്, തെറ്റിദ്ധരിക്കരുത്, ഉപയോഗിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കരുത്. അപ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ ആരെയാണ് സ്നേഹിക്കണത്. നമ്മൾ ഈ വചനമൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വചനം പ്രസംഗിക്കുന്ന ഞാൻ, എൻ്റെ ഈ വസ്തുവകയെന്ന് ആരെങ്കിലും ഒരു സെൻറ്റ് ഒന്ന് കളച്ച് മാറ്റുമോ, അല്ലെങ്കിൽ അവർ അന്നൊന്ന് പറയട്ടെ, എൻ്റെ മനോഭാവം എന്തായിരിക്കുമോ അതാണ് എൻ്റെ സ്നേഹം. ഞാൻ ക്രിസ്തുവിനെ പ്രതി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്നു. ഇതിനുവേണ്ടി ഞാൻ തർക്കത്തിനും ബഹളത്തിനും കേസിനും പോവുകയാണെങ്കിൽ ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു. സിമ്പിളാണ് ആരെയാണ് സ്നേഹിക്കണമെന്ന് തിരിച്ചറിയാൻ. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവൻ ജഡത്തിൻ്റെയാണ്, ആത്മീയ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നത് ആത്മീയനാണ്. ഇതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ സിമ്പിളാണ്. നമ്മൾ ആർഭാടങ്ങളിലും ആചാരങ്ങളിലും നമ്മൾ സുഖങ്ങളിലും മോഹങ്ങളിലൊക്കെ പെട്ടിങ്ങനെ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമുക്കൊരു പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ
ആ വിശുദ്ധൻ്റെ ഓർമ്മയിലാണോ നമ്മൾ ആഹ്ലാദിക്കുന്നത്, അതേ അവിടെ നടക്കുന്ന ചണ്ടമേളത്തിലാണോ, ബാൻഡ് സെറ്റിലാണോ, അവിടെ നടക്കുന്ന ആ എന്താ പറയുന്ന പലഹാര കച്ചവടത്തിലാണോ, അവിടെ നടക്കുന്ന കുപ്പിവെള്ള കച്ചവടത്തിലാണോ, നമ്മളതിനെ ആഘോഷമാക്കി മാറ്റി നമ്മുടെ വീട്ടിൽ ബന്ധക്കാരെയും സ്വന്തക്കാരെയൊക്കെ വിളിച്ചു വരുത്തി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി സ്നേഹവിരുന്നൊക്കെ നടത്തി നമ്മൾ ആ ആരാധനയിൽ ഒരല്പനേരമൊക്കെ പങ്കെടുത്ത് പ്രദക്ഷിണമൊക്കെ പോയപ്പോൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തീർത്തും വിശുദ്ധൻ ലോകത്തിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. പക്ഷെ നമ്മൾ ലോകത്തിൻ്റേതാണ്. അപ്പോൾ സിമ്പിളല്ലേ നമുക്കത് തിരിച്ചറിയാൻ? സിമ്പിളാണ്, അല്ലാതെ കട്ടിവചനമൊന്നുമല്ല. ഇത് മറ്റേ യഹൂദന്മാർ അന്ന് ഇസ്രായേൽക്കാർ പറഞ്ഞത് ആർക്ക് ഗ്രഹിക്കാൻ പറ്റും? ഇത് കടുപ്പമാണെന്ന് പറഞ്ഞു. ഇത് കടുപ്പമാണെന്ന് പറഞ്ഞു. ഇത് സിമ്പിളാണ്, പെട്ടെന്ന് തിരിച്ചറിയാം നമ്മൾ ഏതിലാണ് പെടുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ആരുടെ ആളാണെന്ന് തിരിച്ചറിയാം. പണ്ടൊരു അച്ഛൻ പരകുദാശ നടത്തി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനൊരു 2 മിനിറ്റ് ഇരിക്കട്ടോ അച്ഛാന്ന് വീട്ടുകാരൻ പറഞ്ഞു. അങ്ങനെ സെറ്റിലിരിക്കുമ്പോൾ അവിടുത്തെ കൊച്ചു വന്നിട്ട് ചോദിച്ചു അച്ഛനോട്, അച്ഛനെ ഈ കുരിശിട്ട് എന്തിനാ അച്ഛാന്ന് ചോദിച്ചു. കട്ടപ്പടിയൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പൈശാചിക ബാധകളോ ബന്ധനങ്ങളൊന്നും പുറമേ നിന്ന് നമ്മുടെ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ കൊച്ചു ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ അകത്തിരിക്കുന്ന പിശാച് പുറത്ത് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ മെഡിക്കലിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അല്ല, അവൻ പറഞ്ഞു, മമ്മി ഇന്നലെ പപ്പേനെ വൈകുന്നേരം വഴക്ക് പറഞ്ഞു കേട്ടു, പപ്പ പിശാചിനെ കൊണ്ടുവന്ന് ഈ അകത്ത് കയറ്റി വെച്ചേക്കാന്ന്. അപ്പോൾ അച്ഛൻ കാര്യം തിരക്കി കഴിഞ്ഞപ്പോൾ പരകുദാശയുടെ തലേ ദിവസം ഈ ചേട്ടൻ ഒരു കേസ് ബ്രാൻഡി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഇത്തിരി പ്രാർത്ഥനയും കാര്യങ്ങളും വിശ്വാസമുള്ള ചേച്ചി ചോദിച്ചു, എൻ്റെ ദൈവമേ, നല്ലൊരു ദിവസമായിട്ട് ഈ പിറകെ കാണുന്നത് കൂദാശ ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ ഈ പിശാചിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂദാശ ചെയ്ത കുരിശിട്ട തൃത്വത്തിൻ്റെ നാമത്തിൽ ശ്ലീബ വരച്ച അച്ഛൻ പറയുന്നു, ഈ പിശാച് അകത്തേക്ക് വരാതിരിക്കാനാണ് ഇത് ചെയ്തത്. അപ്പോൾ കൊച്ചിൻ്റെ സംശയം എന്താണ്? അപ്പോൾ ശ്ലീബ വരച്ചെങ്കിൽ അകത്തിരിക്കുന്ന ആൾ പുറത്തേക്ക് പോകുമോ? അപ്പോൾ ആ വിശേഷ ദിവസം എന്തുണ്ട്, പെരുന്നാളിന് അല്ലെങ്കിൽ ആ വീട്ടിൽ ബ്രാൻഡി ഉണ്ടെങ്കിൽ അവിടെ ലോകത്തിൻ്റെ വീടാണത്. എൻ്റെ ഒരു സുഹൃത്തൊരു അച്ഛൻ എന്നോട് പറഞ്ഞു ഒരിക്കൽ ഒരു ദിവസം, അച്ഛനൊരു വീട്ടിൽ ചെന്ന് ഒരു വീടിന് കല്ലിട്ടു. അച്ഛനെ വിളിച്ചുകൊണ്ട് അവർ കല്ലിടിപ്പിച്ചു. കല്ലിട്ട് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി എത്രയും സ്പീഡിൽ നടന്നു, പണിയെല്ലാം പൂർത്തിയായി. പരകൂദാശ കഴിഞ്ഞ് വൈകുന്നേരമാണ് സദ്യ. വൈകുന്നേരം അച്ഛനോട് ചെല്ലാൻ പറഞ്ഞു. കൂദാശ സമയത്തും അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അച്ഛൻ ഭക്ഷണം കഴിക്കാനായിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു കൗണ്ടർ, ആ വീടിൻ്റെ മുറ്റത്തൊരു കൗണ്ടർ, അവിടെ മദ്യം വിളമ്പുന്നു. അച്ഛൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ വീടിന് കല്ലിടാൻ വന്നതും കല്ലിട്ടതും ആത്മീയമായിട്ടാണ്, ദൈവസ്നേഹത്തിൻ്റെ പുറത്താണ്. ഞാൻ കല്ലിട്ട വീട്ടിൽ ഇതുപോലെയുള്ള തിന്മപ്പെട്ട പ്രവർത്തനം നടക്കുന്നിടത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്ത രീതിയിൽ സംസാരിച്ചു. ഇരിക്കച്ച കഴിക്കച്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ വേറെ 2-3 അച്ഛന്മാർ അവിടെ നിൽക്കണ്ടായിരുന്നു. അവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിലൊരച്ഛനാണ് പിന്നീട് എന്നോട് ഈ അച്ഛനെക്കുറിച്ച് പറഞ്ഞത്. ഈ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അച്ഛൻ ഭക്ഷണം കഴിച്ചില്ല. മറ്റേ അച്ഛന്മാർക്ക് ആകെ ഒരു പ്രശ്നമായി. അവരിതൊന്നും മൈൻഡ് ചെയ്തില്ല. സാധാരണ വീടുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നു, നമുക്ക് കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോകും. അപ്പോൾ ലോകപ്രകാരമുള്ളവനെയും ആത്മീയ പ്രകാരമുള്ളവനെയും തിരിച്ചറിയും. ഇപ്പം ഞാനോ നിങ്ങളോ ആണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവുള്ളൂ. വെറുതെ എന്തിനാ അവരുടെ നല്ലൊരു ദിവസത്തെ കളയണം. നമ്മളിപ്പോൾ നന്നാക്കിയാൽ നന്നാകാൻ പോകുമോ എന്ന ചിന്ത വരും. പക്ഷെ ആ വൈദികൻ, അദ്ദേഹം സുവിശേഷകനാണ്. അദ്ദേഹം വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ഒത്തിരി ആളുകളെ, വിജാതീയരായിട്ടുള്ള ആളുകളെ പോലും മാനസാന്തരപ്പെടുത്തി മാമോദിസ മുക്കി ക്രിസ്തുവിൽ കൊണ്ടുവന്നിട്ടുള്ള വൈദികനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഇത് ലൗകികമാണ്. ഈ ലൗകികമായ വ്യാപാരത്തിനല്ല ഞാൻ ഈ വീടിന് കല്ല് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിയോജിപ്പ് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. സിമ്പിളാണ് സംഭവം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ സഹോദരി അച്ഛനോട് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞു.
കണ്ടോ? അവിടെ ദൈവാത്മാവ് പ്രവർത്തിച്ചു. അച്ഛാ ക്ഷമിക്കണം കേട്ടോ അച്ഛാ, വേണമെങ്കിൽ അത് തിരിച്ചിടാം. ഓ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു, അച്ഛൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അച്ഛന്മാരെയൊക്കെ നമുക്കറിയാൻ പാടില്ല, അച്ഛൻ മെത്രാനെയൊക്കെ, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ അവർക്ക് തെറ്റ് മനസ്സിലായി. അപ്പോൾ സിമ്പിളാണ്, നാം ലോകത്തിൻ്റെ ആണോ ദൈവത്തിൻ്റെ ആണോ? ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവരെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, മോശ പറഞ്ഞു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധന നടത്തി കഴിഞ്ഞിട്ട് മോശ വന്ന് കാളക്കുട്ടിയെ തല്ലി ഉടച്ച് അത് ചാരമാക്കി അത് വെള്ളത്തിൽ കലക്കി ജനത്തെ കുടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം മോശ വിളിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ കയറി വരട്ടെ, അവരെല്ലാവരും പാർശ്വത്തിൽ വാള് ധരിക്കട്ടെ. 10-30 ചെറുപ്പക്കാർ മുന്നോട്ട് കയറി വന്നു. അവർ പറഞ്ഞു, മോശ പറഞ്ഞു, ഓരോരുവനും പാർശ്വത്തിൽ വാള് ധരിച്ചുകൊണ്ട് പാളയം തോറും കടന്നു ചെന്ന് ഇന്നലെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ നേതൃത്വം കൊടുത്തവരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു. അവർ സ്വന്തം ബന്ധമിത്രങ്ങളെ നോക്കാതെ കൊന്നു. അപ്പനാണ് നോക്കിയില്ല, അമ്മയാണ് നോക്കിയില്ല, ചേട്ടനാണ് നോക്കിയില്ല, ചേച്ചിയാണ് നോക്കിയില്ല. മോശ പറഞ്ഞ വചനമനുസരിച്ച് അവർ തിന്മ ചെയ്തവരെ നിശേഷം ഹനിച്ചു. ഇന്നിപ്പോൾ കൊല്ലാനുള്ള അധികാരമില്ല, വെറുപ്പോടുകൂടി നോക്കിയ കൊലപാതകം എന്ന് പറയണേ. അതുകൊണ്ട് വെറുക്കാനും പാടില്ല, പക്ഷേ യോജിക്കാൻ പാടില്ല. ലോകത്തോട് യോജിക്കാൻ പാടില്ല, ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല. അപ്പനാണ് മദ്യം കഴിക്കുന്ന ആളെങ്കിൽ നമ്മൾ വിയോജിപ്പ് പറയണം, പറ്റില്ല എന്ന് പറയണം. ഞാനില്ല, നിങ്ങളുമായിട്ട് കമ്പനി എനിക്ക് ഇല്ല, അതിൻ്റെ പേരിൽ ഇറക്കി വിടുകയോ കടത്തിന് കിടക്കുകയാണെങ്കിലും ലോകത്തിൻ്റെ മക്കളാരാണെന്നും ദൈവത്തിൻ്റെ മക്കളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ മക്കളെ യേശു ക്രിസ്തു സംരക്ഷിക്കും. കാരണം അവർ നീയാണ് എനിക്ക് തന്നത്. യൂദാസിനെ സംരക്ഷിക്കാൻ യേശു ക്രിസ്തുവിന് പറ്റിയില്ല. കാരണം യൂദാസിനെ ഉപദേശിച്ചതൊക്കെ വെള്ളത്തിൻ്റെ പുറത്തെ കുമിള പോലെയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ്? അങ്ങ് എനിക്ക് തന്ന എല്ലാവരെയും ഞാൻ കാത്തു പരിപാലിച്ചു, എന്നാൽ ഒരാൾ ഒഴികെ അവനെ പിടിച്ചിട്ട് കിട്ടിയില്ല. അവൻ്റെ നാശം അവൻ തന്നെ ചുമന്നുകൊണ്ട് കടന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നായിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തുവിനോട് താതാത്മ്യം, യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളോട്, യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് ജീവിച്ചിട്ട് ആരെങ്കിലും പട്ടിണി കിടന്നോ? ആ പാവങ്ങളോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അവരുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു, എവിടെ നിന്ന് ഞങ്ങളുടെ അതിൽ ഭക്ഷിക്കാൻ കൊടുക്കാൻ? എത്ര കാശിന് അപ്പം മേടിച്ചാലാ? അതുകൊണ്ട് ഇവരെ ഊരുകളിലേക്കും അവരുടെ കുടികളിലേക്കൊക്കെ പറഞ്ഞു വിടുന്നു പറഞ്ഞപ്പോൾ അവിടെ ഫിലിപ്പോസും അന്ത്രയോസും കൂടി ഒരു ആലോചന, ഇവർ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം, ഇവർ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. സംഭവമൊക്കെ ആയി. അവർക്കത് എന്ത് ചെയ്തു? അത് കൊണ്ടുവന്ന് യേശുവിൻ്റെ കൈ കൊടുത്തു. ബാലൻ്റെ നിഷ്കളങ്കത കൊടുത്തായിരിക്കാം ചോദിച്ചപ്പോൾ. കുട്ടികളോട് ചില കുട്ടികൾ പിടിച്ചു, ചില കുട്ടികൾക്കറിയാം കൊടുത്താലും തിരിച്ചു തരും. ഇത് ബാലനങ്ങ് കൊടുത്തു, യേശുവിൻ്റെ കൊണ്ടുവന്ന് കൊടുത്തു. യേശു അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഇതെങ്ങനെ സാധിക്കുമെന്ന് ശിഷ്യന്മാർക്ക് 12 കൊട്ടയും കൊടുത്തു. ബാക്കി വരുത്തിയല്ലോ, ശിഷ്യന്മാർക്ക് നിറഞ്ഞല്ലോ, ഓരോ കൊട്ട അവരുടെ കയ്യിലിരിക്കുകയാണ്. 12 കൊട്ട ബാക്കിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തൃപ്തിയായി. സംതൃപ്തി എന്ന് പറഞ്ഞേക്കാൾ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടിയായി. അപ്പോൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ എന്താണൊരു കുറവ്? ആദ്യം ഒരു മനുഷ്യൻ പറഞ്ഞു, നീ എവിടെ പോയാലും നിന്നെ ഞാൻ അനുഗമിക്കും. നീ പറഞ്ഞത് ദൈവത്തിൽ നിന്നാണ്, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ ഈ നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം? കൽപ്പനകളെന്ന് പറയുന്നു. അവൻ 5 കൽപ്പന പറഞ്ഞു. അപ്പോഴത്തെ യേശു പറഞ്ഞു, നീ നല്ല മനുഷ്യനാണ്, നീ ചെറുപ്പം മുതലേ ഇതെല്ലാം അവൻ ചെയ്തു വരുന്നു, പിന്നെന്താണ് കുറവ്? എപ്പോഴും പോരായ്മ ചോദിക്കുന്നവരാണല്ലോ, പിന്നെ എന്താ കുറവ്? നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന് കൊടുക്കുക. അവൻ ദുഃഖിച്ച് തിരിച്ചുപോയി. യേശുവിനെ അനുഗമിക്കാൻ പറ്റിയില്ല, യേശുവിൻ്റെ കൂടെ ചേരാൻ പറ്റിയില്ല. കാരണം എന്താ? അവൻ ലോകത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ വസ്തുവകളെ സ്നേഹിക്കുന്നു,
അവനത് കൊടുത്തിരുന്നെങ്കിലോ പ്രിയപ്പെട്ടവരെ, അവനത് കൊടുത്തിരുന്നുവെങ്കിൽ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് അവൻ പിന്നെ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അവനാവശ്യമായതെല്ലാം ധാരാളമായി സമൃദ്ധമായി കൊടുക്കാൻ കഴിയുന്ന ദൈവമാണ് യേശു. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ, 14 സെൻറ്റ് ഭൂമിയാണ്. 14 സെൻറ്റ് ഭൂമിയിൽ ഉണ്ടായിരുന്ന അടക്കാമരവും തെങ്ങും എല്ലാം വെട്ടിക്കളഞ്ഞ്, ജാതി വെട്ടിക്കളഞ്ഞു, ഇതെല്ലാം കായ്ക്കുന്ന ഈ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് ഓല ഷെഡ് കെട്ടി മണ്ണ് കൊണ്ട് തറ കോരി വഴിയിലൂടെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളായിട്ടുള്ള സഹോദരങ്ങളെ, യാചകരായ പ്രായമായ ആളുകളെ, കുഞ്ഞുകുട്ടികളെ വരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ വീടിനകത്ത് വീടിൻ്റെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് മരമൊന്നുമില്ല. പക്ഷേ ഇന്നവരെ ഒരു പഞ്ഞത്തിന്, ഒരു പട്ടിണിക്ക് ആവശ്യം വന്നിട്ടില്ല. അനേകർ ജാതിക്ക് വിലയില്ല എന്ന് പറഞ്ഞാൽ, അനേകർ അടയ്ക്കയ്ക്ക് വിലയില്ല എന്ന് പറയുന്നു, തേങ്ങയ്ക്ക് വിലയില്ല എന്ന് പറയുന്നു. ഇവർ ഈ കൃഷി ആദായം വെച്ചിട്ട് ഇവരെല്ലാം ദുഃഖിക്കുമ്പോൾ, വിലയുള്ള സമയത്ത് സന്തോഷിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും നിത്യവൃത്തി കൃത്യമായി എല്ലാ സമയത്തും നടന്നു പോകുന്നു. അതാണ് സമർപ്പണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കുഞ്ഞ് സമർപ്പണം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എന്നെ അത്യധികമായി യേശുക്രിസ്തു പോറ്റുകയാണ്. ഞാൻ അധ്വാനിക്കാതെ തന്നെ പോറ്റുകയാണ്. ഇപ്പം എൻ്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ സുവിശേഷമല്ല, വേറൊരു രീതിയിൽ ഭയങ്കര അധ്വാനമാണ്. തൻ്റെ ആരുമല്ലാത്ത എത്രയോ ആളുകളുടെ ചുമതല വഹിക്കണം, എത്ര ആളുകളോട് കണക്ക് പറയണം, എത്ര ആളുകളുമായിട്ട് ബന്ധപ്പെടണം. കുനിഞ്ഞാക്കുറ്റം, നിവർന്നാക്കുറ്റം, നടന്നാക്കുറ്റം. അതൊരു സന്തോഷമാണ്, അതൊരു ആനന്ദമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണമായി ആശയപരമായി യോജിക്കുക. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെ അല്ല. ഈ ഒരു തിരിച്ചറിവുണ്ടാകുക, അതാണ് ഒന്നാകുക എന്ന് പറഞ്ഞാൽ. വേറെ ഒരുപാട് ഒന്നാകലിൻ്റെ ആവശ്യമൊന്നും അതിനകത്തില്ല. യേശുക്രിസ്തു ലോകത്തിൻ്റെ അല്ല, അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ആളാണ്, ഞാനും ലോകത്തിൻ്റെ അല്ല. യേശുക്രിസ്തുവിനെ ലോകം തിരിച്ചറിഞ്ഞില്ല, ക്രൂശിൽ തറച്ചു കൊന്നു. എന്നെയും ലോകം തിരിച്ചറിയില്ല, എനിക്ക് സങ്കടമില്ല. ലോകപരമായിട്ടുള്ള ആളുകൾ എന്നെ തിരിച്ചറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ലേ പൗരോഹിത്യത്തെക്കുറിച്ച് യേശു പറഞ്ഞ്, അങ്ങാടിയിൽ വന്ദനം, മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് പ്രിയമാകുന്നു, നിങ്ങൾ അവരെ പോലെ ആകരുത്. അപ്പോൾ എന്താകണമെന്ന് പറഞ്ഞിരുന്നത് അതാകുന്നതാണ് ഐക്യപ്പെടൽ. അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ ഇവരും ലോകത്തിൻ്റെ അല്ല. അതുകൊണ്ട് അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ എന്നെ അയച്ചുവെന്ന് അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. ഇതാണ് ഒന്നാകുക, ഐക്യപ്പെടുക എന്ന് പറഞ്ഞു. ഇത് നിസ്സാരമാണ്, സിമ്പിളാണ്. ബാക്കി യേശുവാണ് നോക്കണം. ലോകമറിയണം, ലോകം പറയണം അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ വഴി. ഈ യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ചുമ്മാ തട്ടിപ്പ് നടത്തുക എന്ന് പറയിപ്പിക്കരുത്. അത് യേശുവിനെ പോലെയാണ്. കാരണം യേശുവിനെ ലോകത്തിനറിയാം. ഇന്ന് എത്രയോ രാഷ്ട്രീയക്കാർ യേശുവിനെ വലിയവനായിട്ട് ചിത്രീകരിക്കുന്നു. യേശുവിൻ്റെ ഐഡിയകൾ, യേശുവിൻ്റെ ആശയങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു യേശുവാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ പറഞ്ഞു, എൻ്റെ പല സന്ദർഭങ്ങളിലും എൻ്റെ കഷ്ടങ്ങളിലും എൻ്റെ സഹനങ്ങളുടെ വേദനകളുടെ അവസരത്തിലൊക്കെ ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചിട്ടാണ് പുറത്തേക്ക് കിടക്കണത്. എനിക്ക് ശക്തമായ സന്ദേശം ബൈബിൾ തരുന്നുണ്ട്. 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേൾക്കാനിടയായി.
കഴിഞ്ഞ നാളിൽ ശൈലജ ടീച്ചർ പ്രസംഗിക്കുന്നത് കേട്ടു, സ്ത്രീകളുടെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത് കേട്ടു. യേശു ത്രികാലജ്ഞാന ഉള്ള ആളാണെന്ന് ആണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്ത്രീയെ വ്യഭിചാരക്കുറ്റത്തിന് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ സ്ത്രീയെ കുറ്റപ്പെടുത്തിയില്ല, പുരുഷന്മാരെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യേശുവിനെ ലോകമറിയുന്നു. എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ലോകമറിയുന്നില്ല? അല്ല, ഈ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റേതാണെന്ന് ലോകമറിയുന്നില്ല, മറിച്ച് ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റേതാണെന്ന് ലോകമറിയുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പേരിലല്ലേ എത്രയോ ബാറ്, ബ്രാൻഡി ഷാപ്പ്, ബ്രാൻഡിയുടെ പേരുകളൊക്കെ അല്ലേ? ക്രിസ്ത്യൻ പ്രദേശത്തൊക്കെ പറഞ്ഞ ബ്രാൻഡികളുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ഈ മാതിരി അവഹേളിക്കുന്ന പേരുകളും ക്രിസ്ത്യാനികളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള കോമഡികളും സ്കിറ്റുകളൊക്കെ ഉണ്ടാകുന്നു? അവർ ലോകത്തിൻ്റെയാണ് പക്ക, അവർ ലോകത്തിൻ്റേതാണ്, ലൗകികമായവർ ചിന്തിക്കുന്നു. പിന്നെ അവർ ആഘോഷങ്ങളും ഉത്സവങ്ങളും ലോകത്ത് നടക്കുന്നു, അത് ഞങ്ങളുടെ ഭാഗമാണെന്ന് ഞങ്ങളുടെ അവകാശപ്പെട്ട് ഞങ്ങളും നടത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഒന്നാകലില്ല. ആ ഒന്നാകലിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല. നമ്മൾ ഈ ലോകത്ത് വാഹനാപകടമില്ല, ഈ ലോകത്ത് എന്താ പറയുന്നത്, രോഗങ്ങളില്ല, ഈ ലോകത്ത് കടബാധ്യതയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഒരുങ്ങിയിരിക്കുന്നവർക്ക്, വിശുദ്ധീകരണം തികച്ചിരിക്കുന്നവർക്ക് പിന്നെ ശിക്ഷാവിധിയില്ല. ന്യായവിധിക്ക് നിർത്തുമ്പോൾ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ ഒരു കൂട്ടരെടുത്തും ഒരു കൂട്ടരെ വലത്ത് നിർത്തുമ്പോൾ വലത്ത് വശത്തുള്ളവരോട് പറയും, കയറി വരിക. അവർ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തു പറയുന്ന പോലെ ജീവിച്ചു. മറ്റവർ ക്രിസ്തു പറഞ്ഞിട്ടും അനുസരിക്കാതെ ലോകപ്രകാരം ജീവിച്ചു. നോഹയുടെ കാലത്ത് പെട്ടകം പണിതതുപോലെ. അപ്പം ഇന്നത്തെ ക്രൈസ്തവ ലോകം നോഹയുടെ പെട്ടകമായിട്ട് കാണണം. വലിയ ദുരിതം വരാൻ പോണു, വലിയ ദുരന്തം വരുന്നു. കയറാനുള്ളവരൊക്കെ ഇതിലേക്ക് കയറുക, പെട്ടകത്തിൽ കയറുക. അപ്പോൾ ഈ ശുശ്രൂഷ കേന്ദ്രം ഞാൻ മനസ്സിലാക്കുന്നത് നോഹയുടെ പെട്ടകമാണ്. ഈ വചന ശുശ്രൂഷ രണ്ടാം വരവിന് മുമ്പായിട്ടുള്ള നോഹയുടെ പെട്ടക നിർമ്മിതിയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ ആരൊക്കെ കയറുന്നുവോ ആ കയറുന്നവർക്ക് നിത്യതയുണ്ട്. കാരണം ഇത് ലോകത്തിൻ്റെ സുഖങ്ങൾ, ലോകത്തിൻ്റെ സൗകര്യങ്ങൾ പറ്റുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ശുശ്രൂഷയിൽ പോകാൻ പറ്റില്ല. മദർ തെരേസായോട് ഒരിക്കൽ ഒരു വ്യാപാരി പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപ തന്നാൽ ഈ കുഷ്ഠരോഗിയുടെ മുറിവ് വെച്ച് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മദർ തെരേസ പറഞ്ഞു, എനിക്ക് 4 ലക്ഷം രൂപ തന്നാലും എനിക്ക് പറ്റൂല. പിന്നെ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ യേശുവാണ്, ഞാൻ ശുശ്രൂഷിക്കുന്നത് യേശുവിനെയാണ്, ലോകത്തെ അല്ല. അതുകൊണ്ട് ഇതൊരു പെട്ടകമാണ്. ഈ പെട്ടക നിർമ്മിതി ആണ് ഇവിടുത്തെ ധ്യാനം. അപ്പോൾ ഇതിനെ പുച്ഛിച്ച് തള്ളി കടന്നു പോകുന്നവരുണ്ടാകാം. ഇവന് വട്ടാണ്, മഞ്ഞും മഴയും പെയ്തുകൊണ്ട് കൃഷിഭൂമിയെ നനയ്ക്കുന്നു, മഴ പെയ്യുമെന്നാണ് പറയുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇന്നവരെയും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിന് ഈ ക്രിസ്ത്യാനികളെ കളിയാക്കണം. അങ്ങനെയാണ്. 2000 കൊല്ലം മുമ്പ് AD 70 പൗലോസ് പ്രസംഗിച്ചു, ഇപ്പോൾ തന്നെ ക്രിസ്തു വരും. എന്നിട്ട് വന്നിട്ടുണ്ടോ? എങ്ങാണ്ട് ക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനികളൊക്കെ ചാവാൻ നടക്കുകയാണ്, വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നിരീശ്വരവാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളെ ഭോഷനാണ്, ഭോഷത്വമാണ്. ബുദ്ധിമാന്മാരായ ക്രിസ്ത്യാനികളുണ്ട്, അവരൊക്കെ മിടുക്കന്മാരും സംഘടനാ പാഠമുള്ളവരും സംഘടനാ ശക്തിയുള്ളവരും സാമൂഹിക പ്രവർത്തകരൊക്കെയാണ്. അവർ സുവിശേഷം പറയുന്ന ക്രിസ്ത്യാനികൾ ഭോഷന്മാരാണ്. അല്ല, ലോകത്തെ സ്നേഹിക്കാത്തവരൊക്കെ വിശുദ്ധന്മാരാണ്. കാരണം ലോകത്തിൽ അവന് ആവശ്യമായത് മാത്രമേ അവന് ഉപയോഗിക്കുകയുള്ളൂ. അപ്പം പാടില്ലാത്തതൊന്നും അവനെടുക്കൂല. അവന് ഉപജീവനത്തിലുള്ള ആവശ്യം എന്താണോ അതൊക്കെ ലോകത്തിൽ നിന്ന് അവനെടുക്കും. കാരണം അതിനെ എല്ലാം ദൈവം വിശുദ്ധീകരിച്ചേക്കണം, എല്ലാം ദൈവം വിശുദ്ധീകരിച്ച് തന്നിരിക്കുന്നതാണ്. അപ്പോൾ കൽപ്പന പ്രകാരം നീ ഇന്നത് തിന്നണ്ട, ഇന്നത് തിന്നണം. അപ്പോൾ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആവശ്യത്തിന് നോമ്പ്, നമസ്കാരം എല്ലാമുണ്ട്. അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഒരടിച്ചു പൊളിച്ച് തീറ്റ കഴിയുമ്പോഴത്തേക്ക് അടുത്ത നോമ്പ് വന്നു.
കറക്റ്റ് നോമ്പ് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ അങ്ങ് പോകാം. അപ്പോൾ അതൊരു ദൈവിക ചൈതന്യമാണ്. അതുകൊണ്ട് ഒന്നാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാനും യേശുവും ഐക്യപ്പെട്ടു, ഞാൻ യേശു ക്രിസ്തുവിലാണ്. ഞാൻ ഇന്ന് തുടങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചപ്പോൾ ഞാനും യേശു ഒന്നാണ്. പക്ഷെ പൗലോസ്ലീഹ പറയുന്നത് അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കണതിനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞേക്കണം, ശിക്ഷാവിധിയാണ് ഭക്ഷിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പരിശോധിച്ചിട്ട് വേണം അപ്പം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശോധനയാണെന്ത്? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുന്നവൻ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്, ശരീരത്തെ വിവേചിച്ചറിഞ്ഞിട്ട് വേണം ഭക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ലോകത്തിൻ്റെ ആണോ, ഞാൻ ദൈവത്തിൻ്റെ ആണോ? ഞാൻ ഒന്നായിത്തീരുന്നതിന് വേണ്ടിയാണോ ഈ അപ്പം ഭക്ഷിക്കുന്നത്? അത് ഞാൻ ലോകത്തിൽ സൗകര്യപ്പെടാൻ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ചില അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരും സ്വീകരിക്കില്ല, പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ രക്തമാണല്ലോ അവർക്ക് കൊടുക്കണം പലപ്പോഴും. അതിന് അവർ പറയണ വീഞ്ഞെന്നാണ്. കൂദാശപരമായിട്ട് ഇത് രക്തമായെന്ന് അവർ വിശ്വസിക്കണില്ല. ഈ വീഞ്ഞ് പ്രത്യേകിച്ച് പള്ളിയിൽ പ്രാർത്ഥിച്ചതായതുകൊണ്ട് ഇത് കൊച്ചിന് കൊടുത്താൽ വായിൽ പൂപ്പലുണ്ടാവില്ല എന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് നീണ്ട ക്യൂ നിന്നിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണതാണ്. ഒരു എന്താ പറയുക, ആരോഗ്യപരമായ ഒരു കാര്യത്തിന്. വിശ്വാസമുണ്ടെങ്കിൽ അമ്മയും സ്വീകരിക്കുമല്ലോ, ശരിയല്ലേ? അറിയാതെ അച്ഛൻ കുർബാന അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാനും ചെല്ലുകയാണെങ്കിൽ അമ്മ പറയും, ഇങ്ങനെ കാണിക്കും, അമ്മയ്ക്ക് വേണ്ട, അമ്മ നേരത്തെ വന്നിട്ടില്ല, അമ്മ ഒരുങ്ങിയിട്ടില്ല, പിന്നെ അപ്പോൾ കുഞ്ഞിനെന്തിനുള്ളതാ? അതിങ്ങനെ ഒരു ചൊല്ലുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ. ഇത് കൊടുത്താൽ പ്രാർത്ഥിച്ചതായതുകൊണ്ട് അതൊരു ഔഷധമാണ്. അപ്പോൾ ജീവിതം അടിച്ചു പൊളിക്കാനും സുഖകരമാക്കാനും ഇതിനൊക്കെ സ്വീകരിക്കുന്ന അനുഭവം. അത് പ്രിയമുള്ളവരെ, ഇപ്പോൾ യൂദാസ് അപ്പം ഭക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, സാത്താൻ അവൻ്റെ ഉള്ളിൽ, അപ്പം ഭക്ഷിച്ച ഉടൻ തന്നെ സാത്താനും അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതുകൊണ്ട് അപ്പം ഭക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഒന്നാവണമെന്ന് നിർബന്ധമായില്ല കേട്ടോ. ഒന്നാകും, അവനെ മൺമേർ ഭക്ഷിച്ച് മുഖം തെളിയും, ഒന്നാകും. പക്ഷെ നിർബന്ധമില്ല. കാരണം ഈ സ്വീകരിക്കുന്നവൻ്റെ മനോഭാവം എന്താണോ അതായിരിക്കും അവൻ്റെ അവസ്ഥ. അപ്പോൾ സ്വീകരിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യവും പ്രധാന കൽപ്പനയുമാണെങ്കിൽ തന്നെയും ലൗകികന്മാർക്കും സ്വീകരിക്കാം, തടസ്സമില്ല. പക്ഷെ ശിക്ഷാവിധിയുണ്ട്. എല്ലാ ചോദ്യങ്ങളും ന്യായവിധിക്കാണ്. ഓരോരുത്തരുടെയും ന്യായവിധി സമയത്താണ് അവൻ്റെ കണക്കെടുന്നത്. അപ്പോൾ ആ കണക്ക് ചോദിക്കുമ്പോൾ ഇവൻ നിന്ന് വറക്കേണ്ട വരും. അതുകൊണ്ട് ലോകത്തിൽ കുറേ കഷ്ടതകളുണ്ടെങ്കിലും ധൈര്യപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നായിത്തീരുക എന്ന് പറയുന്നത് ചുമ്മാ ഞാൻ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ക്രിസ്തുവിലാണ്, ക്രിസ്ത്യാനികളുടെ ആളുകളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ ഒന്നായി തീർന്നിട്ടില്ല. അവൻ്റെ സ്വഭാവത്തോട്, അവൻ്റെ ജീവിതയാത്രയിൽ ഒന്നായിത്തീർന്ന് അനേകരുടെ പാപശാപങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. ഞാനൊക്കെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന വിഭജിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടതുപോലെ അനേകർക്ക് വേണ്ടി വിഭജിക്കപ്പെടാൻ, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എനിക്കുള്ള എല്ലാം വിഭജിക്കപ്പെടാൻ എനിക്കും കൃപ നൽകണമേ. ഞാൻ ഇത് ഭക്ഷിക്കുമ്പോൾ അങ്ങ് ലോകത്തിനു വേണ്ടി വിഭജിക്കപ്പെട്ടതുപോലെ ഞാനും വിഭജിക്കപ്പെടാൻ എനിക്കും കൃപ നൽകണമേ എന്ന് വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് എൻ്റെ മനസ്സിലൊരു ധൈര്യം. ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് പങ്കുവെക്കുക എന്നുള്ളത്. വചനം മാത്രമല്ല, എല്ലാം പങ്കുവെക്കുക. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേൻ, ആശ തൻ്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേൻ. കാരുണ്യവാനായ കർത്താവേ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല എന്ന തിരുവചനത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു, ഞങ്ങൾ കേട്ടു.
യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വന്ന ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കേട്ടു. 1 യോഹന്നാൻ 2:15 ഞാൻ കേട്ടു, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്, എന്തെന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നവരിൽ ദൈവത്തിന് സ്നേഹമില്ല എന്ന്. കർത്താവെ, ഞങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. ഞങ്ങളുടെ ശരീരത്തിൽ സ്ലീബ വരയ്ക്കുന്നത് അങ്ങനെയാണല്ലോ. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തേതായിരുന്ന ഞങ്ങളെ വലത്തേതാക്കി എന്നാണല്ലോ കുരിശ് വരയ്ക്കുന്നത്. ദൈവമേ, ഞങ്ങൾ ലോകത്തിൻ്റേതല്ലാതായിരിക്കുവാൻ, ദൈവത്തിൻ്റേതായിരിക്കുവാൻ സ്വന്തം പുത്രനെ കണക്കിടാതെ ഞങ്ങൾക്ക് നൽകിയ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അനേകർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, അനേകർക്ക് വേണ്ടി ജീവിതത്തെ കൊടുക്കുവാൻ കൃപ നൽകണമേ, നന്മയാൽ നിറയ്ക്കണമേ. കേട്ടിരിക്കുന്ന ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. അവിടെ നല്ല ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി.